ബഹുമാനപ്പെട്ട പ്രസിഡീയം, സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രതിനിധികൾ, ഇവർക്ക് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നമ്മുടെ സമ്മേളനത്തിൽ ഞങ്ങളുടെ ഡെലിഗേഷൻ ചർച്ച ചെയ്തെടുത്ത തീരുമാനങ്ങൾ അത് ഞാനിവിടെ അവതരിപ്പിക്കുന്നു. ആദ്യമായി നമ്മുടെ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് CSI ഫണ്ട് 15 ലക്ഷം രൂപ വാങ്ങിത്തന്ന അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ജനറൽ സെക്രട്ടറിക്കും സംസ്ഥാന കമ്മിറ്റിക്കും മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിക്കപ്പെട്ട പ്രവർത്തന റിപ്പോർട്ടും പരുവചെലവ് കണക്കും സ്വയം വിമർശനപരമായും ഞങ്ങൾ അംഗീകരിക്കുന്നു. ഉപദേശ രൂപേണ ജില്ലാ കമ്മിറ്റിക്ക് കുറേ നിർദ്ദേശങ്ങൾ ആ റിപ്പോർട്ടിനകത്തുണ്ട്. അത് അനുഭവപൂർവ്വം ഞങ്ങൾ പരിശോധിക്കുകയും അത്യാവശ്യം വേണ്ടുന്നതായിട്ടുള്ള എല്ലാ തിരുത്തലുകൾ നടത്തുകയും സംഘടനയോടൊപ്പം നിൽക്കുമെന്നും ഉറപ്പു നൽകുകയാണ്. ഡയറക്ടർ അച്ഛൻ്റെ 3 കൗണ്ടറാണ് മലപ്പുറം ജില്ലയ്ക്ക് ഇതുവരെ തുറക്കാൻ സാധിച്ചിട്ടുള്ളത്. 4ാമതൊന്നും കൂടി ഈ മാസം തീരുന്നതിന് മുമ്പ് ഞങ്ങൾ തുറക്കുന്നതാണ്. മറ്റേ നമുക്ക് പറയാനുള്ളത്, നമ്മുടെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ സംഘടന പ്രവർത്തിക്കുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യം ട്രസ്റ്റിൽ ആനുകൂല്യങ്ങൾ ഇനിയും കുറച്ചുകൂടി നൽകേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. പ്രധാനമായും നമ്മളുടെ തയ്യൽ തൊഴിലാളികൾക്ക് അസുഖം വരുമ്പോൾ അവർ വളരെ പ്രയാസപ്പെടുന്ന ചില അസുഖങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ ഒന്ന് ഡയാലിസിസ് നടത്തുന്ന രോഗികൾക്ക് നമ്മുടെ സ്വാതന്ത്ര്യം ട്രസ്റ്റിൽ കൃത്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നില്ല. അവശത രോഗികൾക്ക് കൊടുക്കുന്നൊരു ആനുകൂല്യമുണ്ട് എന്നുള്ളതല്ലാതെ മറ്റൊന്നും തന്നെ നൽകുന്നത് ശരിയല്ല. അവർക്ക് നമ്മുടെ സ്വാതന്ത്ര്യം ട്രസ്റ്റിൽ തന്നെ ആനുകൂല്യം വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി പറയുന്നത്. അതേപോലെ തന്നെ എല്ല് പൊട്ടുന്ന രോഗികൾ, വീണ് എല്ല് പൊട്ടി മാസങ്ങളോളം കഷ്ടപ്പെടുന്ന ദുരിതമനുഭവിക്കുന്ന തൊഴിലാളികൾ, അവർക്ക് ഓപ്പറേഷൻ ഇല്ല എന്നുള്ളതിൻ്റെ പേരിൽ ഒരാനുകൂല്യവും അവർക്ക് കിട്ടുന്നില്ല. അതും നമ്മൾ എല്ല് പൊട്ടുന്ന രോഗികൾക്കും എല്ല് പൊട്ടി അവസരമായി പണിയെടുക്കാൻ കഴിയാതെ മാസങ്ങളോളം കഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്ക് നമ്മുടെ സ്വാതന്ത്ര്യം ട്രസ്റ്റിൽ ആനുകൂല്യം കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിനകത്ത് നമ്മൾ കൊടുക്കുന്ന 5000 രൂപയാണ്. അതുപോലെ നല്ല രൂപത്തിൽ അവർക്ക് ആനുകൂല്യം കൊടുക്കണം. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാൽ നമുക്കറിയാം, മിക്കവാറും ആളുകൾക്കൊക്കെ അത് വന്നതാണ്. അപ്പോൾ നമ്മുടെ സംഘടന ഇന്ന് എത്തിപ്പെട്ടിട്ടുള്ള നല്ല രൂപത്തിലുള്ള പ്രവർത്തനം നടത്തി വലിയ രൂപത്തിൽ മറ്റ് ഏതൊരു സംഘടനയും ചെയ്യാത്ത രൂപത്തിലുള്ള ആനുകൂല്യങ്ങളും മറ്റും കൊടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള രോഗങ്ങൾക്ക് നമ്മളുടെ ആനുകൂല്യങ്ങൾ തീർച്ചയായും വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റൊന്ന് SHG ലോണിനെ സംബന്ധിച്ചാണ്. SHGയിൽ ലോൺ എടുക്കുമ്പോൾ SHGയുടെ നിക്ഷേപം തുല്യമല്ലാതെ വരുമ്പോൾ, തുല്യമല്ലാത്ത SHGകളിൽ അംഗങ്ങളുടെ നിക്ഷേപം തുല്യമല്ലാതെ വരുന്ന അവസരത്തിൽ ആ നിക്ഷേപ തുക തുല്യമല്ലാത്ത അംഗങ്ങളെ മാറ്റി നിർത്തി ആവശ്യമുള്ള അംഗങ്ങൾക്ക് കൃത്യമായി പണം അടച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് ലോൺ കൊടുക്കാനുള്ള സംവിധാനം വേണം. ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. നമുക്കെല്ലാം വേണ്ടി തന്നെ ആവശ്യത്തിന് പണം ആവശ്യമുള്ളവനാണല്ലോ നമ്മൾ ലോൺ കൊടുക്കുന്നത്. അങ്ങനെ ലോൺ കൊടുക്കുമ്പോൾ കൃത്യമായി ആ ഗ്രൂപ്പിലുള്ള മുഴുവൻ പേരും ഒരേ സംഖ്യ വരുന്നില്ലെങ്കിൽ അവരെ മാറ്റി നിർത്തി അവർക്ക് ലോൺ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ആദ്യം അതുണ്ടായി, കുറച്ച് മുമ്പുണ്ടായി. ആവശ്യക്കാർക്ക് ലോൺ കൊടുക്കാം. ഇപ്പോൾ അത് മാറ്റി അതിൽ പുതുതായിട്ടുള്ള ആളുകൾ ചേർത്തിയാലും അങ്ങനെ ഒരു പരിപാടി വന്നിരുന്നു. അതിൽ നമുക്ക് പുതുതായിട്ട് ചേർത്താം. അങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മൊത്തമുള്ള സംഖ്യയിൽ, അംഗം അടച്ചതിൻ്റെ മൊത്തമുള്ള സംഖ്യയിൽ പകുതി കൊടുത്തുകൊണ്ട് അവർക്ക് ചേർത്താം. അങ്ങനെ ചേർത്തിപ്പെട്ടാലും ഇപ്പോൾ അവർക്കും ആ ഗ്രൂപ്പിലുള്ള മറ്റുള്ളവർക്കും ലോൺ കൊടുക്കാൻ സംവിധാനമില്ല. ബാക്കി സംഖ്യ 3 മാസത്തിൽ കൂടുതൽ സമയമെടുക്കാതെ തുല്യതയിലെത്തണം. അതും പ്രയാസമാണ്.
അവർക്ക് സാവകാശം കൊടുക്കണം. അപ്പോൾ തുല്യതയില്ലാത്ത നിക്ഷേപകർക്ക് അവരെ മാറ്റി നിർത്തി കൃത്യമായി പണം അടയ്ക്കുന്ന അംഗങ്ങൾക്ക് ലോൺ കൊടുക്കാൻ സംവിധാനം ഉണ്ടാകണം. ഞങ്ങൾ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ ഞങ്ങൾ ജില്ലയിൽ മിക്കവാറും ആളുകളൊന്നും അല്ലാതെ ലോണൊന്നും ആവശ്യമില്ലാത്തവരാണ്. എന്നാൽ ആവശ്യമുള്ളവരുണ്ട്. അങ്ങനെ ആവശ്യമുള്ളവർക്ക് ലോൺ കൊടുക്കുന്ന സംവിധാനത്തിലേക്ക് നമുക്ക് SHGകളിൽ അതിന് തക്കതായ നിയമം വരേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ബാക്കി ഞങ്ങളുടെ മറ്റുള്ള ആൾ സംസാരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കും. പാലക്കാട് ജില്ലയിൽ